ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു ലബൂബുവിന് ഓർമ്മയുണ്ടോ? നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ലബൂബു ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുകയാണ്. ബ്ലൈൻഡ് ബാഗ് അൺബോക്സ് ചെയ്യുന്നതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിനകത്തുള്ള ബ്ലൈൻഡ് ബാഗ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ആ ഒരു പീസ് ഓഫ് പേപ്പർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ആ A4 സൈസ് പേപ്പറിൻ്റെ 4 സൈഡും ഞാനൊന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4 സൈഡിൽ 3 സൈഡ് ഞാൻ ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു കവർ പോർഷനിലേക്ക് ഞാൻ ബ്ലൈൻഡ് ബാഗ് എന്ന് എഴുതി ലബൂബു എന്നൊക്കെ എഴുതി വെച്ചു. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡും ബോട്ടം സൈഡും ഞാൻ ഇതിൽ കാണുന്ന പോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ ലബൂബിന് അത്രയും സൈസിലാണ് ഞാൻ വരച്ചത്, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഈ ഒരു കവറിങ് ചെയ്ത പോർഷൻ്റെ ആ ഒരു ഫോൾഡഡ് ഭാഗത്തെല്ലാം ഗ്ലൂ നല്ലപോലെ ഒട്ടിച്ച് അതിൻ്റെ ബാക്കിൽ വേറൊരു വൈറ്റ് കളർ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബാഗ് റെഡി ആയിട്ടുണ്ട്. ടോപ്പ് പോർഷൻ വേക്കൻ്റ് ആയിരിക്കണം. പിന്നെ ആ ബ്ലൈൻഡ് ബാഗ് എന്ന് എഴുതിയതിന് ഞാനൊന്ന് പിങ്ക് കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് കളർ പെൻ വെച്ച് ഞാൻ കുറച്ച് സ്റ്റാർസും അങ്ങനെയൊക്കെ വരച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണോ വരയ്ക്കാൻ ഇഷ്ടം അങ്ങനെ ചെയ്യാം. ഇതുപോലെ ഒറ്റ ലബൂബു തന്നെ ചെയ്യണമെന്നില്ല. ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലും നമുക്ക് വരയ്ക്കാം. നമുക്ക് ഏതാണോ പറ്റുന്നത് അത് വരയ്ക്കുക. ഇനി വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുത്തായാലും ഒട്ടിക്കാം. അപ്പോൾ ബ്ലൈൻഡ് ബാഗ് വീഡിയോസ് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ ബ്ലൈൻഡ് ബാഗ് ലബൂബിൻ്റെ ആണ്. അപ്പോൾ വേറെ ഏതെങ്കിലും തീമിൽ, ഇപ്പോൾ ഹലോ കിറ്റിയോ അല്ലെങ്കിൽ ഹെമൈ മെലഡിയോ അങ്ങനെ ഏതെങ്കിലും തീമിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ കോമൺ, റെയർ, ലെജൻഡറി അങ്ങനെ 3 കളേഴ്സ് വെച്ചിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഒരു ലബൂബിന് എക്സ്ട്രാ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ബ്ലൈൻഡ് ബാഗ് മാത്രമല്ല ഈ വീഡിയോയിൽ ആദ്യമായിട്ട് സ്ക്വിഷിയും കൂടെ ട്രൈ ചെയ്യാണ്. പക്ഷേ സ്ക്വിഷി ഒരു 50% ഫ്ലോപ്പും 50% വിന്നും ആയിരുന്നു. കാരണം ഞാൻ കുറച്ച് അധികം ചെറിയ രീതിയിലാണത് കട്ട് ചെയ്തതും. അതേപോലെ അതിനകത്ത് എൻ്റെ കയ്യിൽ പഞ്ഞിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നമ്മുടെ പ്ലാസ്റ്റിക് കവറിങ് ഉണ്ടല്ലോ, അതിനെ ഇങ്ങനെ റോൾ ചെയ്തിട്ടാണ് അതിനകത്ത് സ്റ്റഫ് ചെയ്തത്. കുറച്ചും കൂടെ സ്റ്റഫ് ചെയ്യാമായിരുന്നു എന്നെനിക്ക് തോന്നി. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്കത് റെഡിയാക്കി എടുക്കാം. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോയിൽ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു. എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ ഒരാളെ ചൂസ് ചെയ്യും, ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. ആകെയുള്ളൊരു റൂളെന്ന് പറയുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. പിന്നെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യാം. ആൻഡ് 50 കമൻറ്റ്സ് ആവുമ്പോഴേക്കും നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യും. ഒരാൾ ഒരു കമൻറ്റ് ഇട്ടാൽ മതിയാവും. നമ്മൾ അത് തന്നെ കൗണ്ട് ചെയ്യുള്ളൂ 50 ആവാനായിട്ട്. സോ എത്രയും പെട്ടെന്ന് നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരാൾ ഒരു 2-3 പേർക്ക് ഇട്ട് കൊടുത്താൽ തന്നെ 10 പേരും 12 പേരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ തന്നെ 50 കമൻറ്റ്സ് ആവും. അപ്പോൾ എല്ലാവരും അവരുടെ ഫ്രണ്ട്സിന് അതൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്ക് വേണമെങ്കിലും ആ ഗിഫ്റ്റ് വിൻ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ സംഭവം എല്ലാം റെഡിയാക്കി എടുത്തു. ഒരു മിനി നോട്ട്ബുക്ക് കൂടെ റെഡിയാക്കി. എന്നിട്ട് ഇതിനകത്തേക്ക് വെക്കാനായിട്ട് 2 കൊച്ചു പാക്കറ്റ്സും കൂടെ റെഡിയാക്കി. സെയിം സൈസ് പേപ്പർ പാക്കറ്റ്സ് ആണ്. അതിനകത്ത് ഒരെണ്ണത്തിനകത്തേക്ക് നമ്മൾ ആ മിനി നോട്ട്ബുക്കും വെച്ച് കൊടുത്തു, ഒന്നിൽ നമ്മുടെ സ്ക്വിഷിയും വെച്ച് കൊടുത്തു. എന്നിട്ട് യു ഗോട്ട് റെയർ ഏതാണെന്നുള്ളത്, നമ്മളിപ്പോൾ റെയർ തീമാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമ്മുടെ ആ ഒരു ബ്ലൈൻഡ് ബാഗിനകത്തേക്ക് ഫില്ല് ചെയ്ത് നല്ലപോലെ സീൽ ചെയ്ത് വെക്കുക. റീഓപ്പണിങ്ങിനേ വരുന്നുള്ളൂ. അൺബോക്സിങ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ചാനലിലൊന്ന് കയറി നോക്കുക. സോ ഇങ്ങനെ ആണ് നമ്മൾ നമ്മുടെ ബ്ലൈൻഡ് ബാഗ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യുക, ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഗിഫ്റ്റിൻ്റെ കാര്യം മറക്കണ്ട. 50 കമൻറ്റ്സ് ആകുമ്പോഴേക്കും, അതായത് 50 ഇൻഡിവിജ്വൽ പാർട്ടിസിപ്പൻസ് ആകുമ്പോഴേക്കും നമ്മൾ ആ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് 50 ആക്കുക. നിങ്ങളുടെ ഗിഫ്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും. സോ ദിസ് ഈസ് ഫ്രം മീ ടു മൈ സബ്സ്ക്രൈബേഴ്സ്. സോ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ബൈ ബൈ.